കാസർഗോഡ് പുന്നക്കാട് ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. കുടക് സ്വദേശിയായ യുവാവാണ് പ്രതിയെന്നാണ് സൂചന. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ സമാനമായ കുറ്റകൃത്യം നടത്തിയതിന് കുടകിലും കേസുണ്ട്. സംഭവം നടന്ന് 6ാം ദിവസം അന്വേഷണ സംഘം പ്രതിയെ തിരിച്ചറിയുന്നത്. സംഭവം നടന്ന ബുധനാഴ്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. പുറത്തുവന്ന CCTV ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ട ഇയാളുടെ ബന്ധുവാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് നൽകിയത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കവർച്ച നടത്തി വഴിയിൽ ഉപേക്ഷിച്ചത്. ദൃക്സാക്ഷികളില്ലാത്തതും വ്യക്തമായ CCTV ദൃശ്യങ്ങൾ ലഭിക്കാത്തതും കാരണം പ്രതിയെക്കുറിച്ച് ഒരു നിഗമനത്തിലെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. DIG തോംസൺ ജോസിന്റെയും ജില്ലാ പോലീസ് മേധാവി P. ബിജോയുടെയും മേൽനോട്ടത്തിൽ 3 DYSPമാരുടെ നേതൃത്വത്തിൽ 32 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ചോദ്യം ചെയ്തെങ്കിലും പോലീസിന് കേസിൽ തുമ്പുണ്ടാക്കാനായിട്ടുണ്ടായിരുന്നില്ല. പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. നേരത്തെ ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയായവരെ ചോദ്യം ചെയ്തിരുന്നു. മനോവൈകല്യമുള്ളവരെക്കുറിച്ചും പരിശോധിച്ചിരുന്നു. ജയിൽ മോചിതരായവരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടന്നിരുന്നു. എന്നിട്ടും പോലീസിന് കേസിലെ പ്രതിയെ തിരിച്ചറിയാനായിട്ടുണ്ടായിരുന്നില്ല. പെൺകുട്ടിയുടെ വസ്ത്രങ്ങളും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ സംശയം തോന്നിയവരുടെ വസ്ത്രങ്ങളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും തുമ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. 4 DYSPമാർ ഉൾപ്പെടെ 26 അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. 4 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘത്തിന് പ്രതിയെക്കുറിച്ച് സൂചന പോലും ലഭിക്കാത്തതിൽ നാട് ആശങ്കയിലായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.